മലയാളികൾക്ക് പ്രത്യേകിച്ച് മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ ഒരു കൊച്ചു ബാലിക തന്നെയാണ് യാമിക്കുട്ടി. പാർവതിയുടെയും അരുണിൻ്റെയും മകൾ. ഇവർ തമ്മിൽ വേർപിരിഞ്ഞുവെങ്കിലും ഇപ്പോഴും ഇവരുടെ മകളെക്കുറിച്ചുള്ള വാർത്തകൾ പരസ്പരം പങ്കുവെക്കാറുണ്ട്. പാർവതിയോടൊപ്പമാണ് ഇപ്പോൾ യാമി ഉള്ളതെങ്കിലും അരുൺ ഇന്ന് മകളുടെ പിറന്നാൾ ദിവസം മറക്കാതെ മകൾക്ക് പിറന്നാൾ ആശംസകൾ അറിയിച്ച് എത്തിയിരിക്കുകയാണ്. പണ്ടൊരിക്കൽ എടുത്ത ചിത്രം തന്നെയാണ് ഇപ്പോൾ പങ്കുവച്ച് എത്തിയിരിക്കുന്നതും. ഞാൻ എൻ്റെ മകളോടൊപ്പം ഉണ്ടായിരുന്ന സമയം വളരെയധികം നല്ലതാണ് എന്ന് തെളിയിക്കുന്ന ഒന്ന് തന്നെയാണ് അരുൺ പങ്കുവച്ചിരിക്കുന്നത്. തനിക്ക് തൻ്റെ മകളോടുള്ള സ്നേഹം ആരോടും അങ്ങനെ പ്രത്യേകമായി എടുത്തു പറയേണ്ട കാര്യമില്ല. അവൾക്കും എനിക്കും നന്നായി അറിയുന്നൊരു ബന്ധം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ അവൾ എൻ്റെ മകളായി ജനിച്ചു എന്നത് എനിക്ക് ഏറ്റവും നല്ല ഭാഗ്യമുള്ളൊരു കാര്യം തന്നെയാണ്. എന്നും ഞാനത് ദൈവത്തിനോട് നന്ദി പറയുന്നൊരു കാര്യം കൂടിയാണ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും വളരെയധികം സ്നേഹമുള്ളൊരു വാർത്ത കൂടിയായി ഇത് പറയുന്നുണ്ട്. ആരാധകരുടെ പ്രീതി പിടിച്ചു പറ്റുന്ന ഒരു വാർത്തയായി തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നു. പ്രേക്ഷകരുടെ പ്രീതി വളരെയധികം ലഭിക്കുന്ന ഒരു വാർത്തയായി തന്നെ ഇത് മാറുന്നുണ്ട്. കുറേയധികം നാളുകൾക്ക് ശേഷമാണ് അരുൺ ഇങ്ങനെ മകളുടെ ചിത്രങ്ങൾ പങ്കുവച്ച് എത്തിയത്. പിറന്നാൾ ദിവസം അരുൺ പങ്കുവയ്ക്കുമോ എന്ന് തന്നെ ഞങ്ങൾ നോക്കിയിരിക്കുകയായിരുന്നു. മകളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ കാത്തിരിക്കുന്ന ഓരോ അച്ഛനമാരും ഉണ്ടായിരുന്നുവെന്ന് പറയുന്നുണ്ട്. പ്രേക്ഷകർക്ക് വളരെയധികം തന്നെ ഇഷ്ടമുള്ള ഒരു താരകുടുംബമാണ് മൃദുലയുടെയും പാർവതിയുടെയും. പാർവതിയുടെയും മൃദുലയുടെയും വിശേഷങ്ങൾ കേൾക്കാൻ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കാത്തിരുന്ന് തന്നെ ഇരിക്കാറുമുണ്ട്. ആരാധകരുടെ പ്രീതി പിടിച്ചു പറ്റുന്ന വാർത്തകളാണ് പ്രത്യേകമായി ഇവർ പങ്കുവെക്കുന്നതും. ഇപ്പോഴിത് യാമിക്കുട്ടിയുടെ പിറന്നാൾ ദിവസം ആദ്യം പോസ്റ്റുമായി എത്തിയത് മൃദുല തന്നെയാണ്. മേമയുടെ പ്രിയപ്പെട്ട യാമിക്കുട്ടിക്ക് എന്ന് പങ്കുവെച്ചുകൊണ്ട് തന്നെയാണ് എത്തിയത്. മൃദുലയുടെ ആദ്യ കുഞ്ഞിനെ പോലെ തന്നെയാണ് യാമിയെ മൃദുല എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മൃദുലയുടെ കുഞ്ഞുകൂടി എവിടെ എത്തിയതിനു ശേഷം യാമിയുമായി വളരെയധികം അടുപ്പമാണ്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ എപ്പോഴും യാമിയെക്കുറിച്ച് ചോദിക്കാറും ഒക്കെ ചെയ്യാറുണ്ട്. പാർവതി ആ വിശേഷങ്ങളെല്ലാം പങ്കുവയ്ക്കാനും യാതൊരു മടിയും കാണിക്കാറില്ല. സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ മൃദുലയും അതുപോലെ പാർവതിയും അതുപോലെ അരുണും പങ്കുവച്ചിരിക്കുന്ന ചിത്രങ്ങൾ വളരെയധികം വൈറലായി മാറുകയാണ്. പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുന്ന ഒരു ചിത്രമായി തന്നെ ഇത് വളരെ വേഗത്തിൽ മാറുന്നുവെന്ന് നമുക്ക് പറയാം. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അത് ഏറ്റെടുക്കുന്നുമുണ്ട്. ആരാധകരുടെ പ്രീതി പിടിച്ചു പറ്റുന്ന ഒരു പ്രധാന ചിത്രമായി തന്നെ ഇത് മാറുന്നു. പാർവതിയോടൊപ്പം തന്നെ എല്ലാവരും വളരെയധികം ഏറ്റെടുത്ത ഒരു ചിത്രമായി തന്നെ ഇത് മാറുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവൾക്ക് പിറന്നാൾ ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് അരുണും എത്തിയത്. അരുണ് ചിത്രം പങ്കുവെക്കുമോ എന്ന് എല്ലാവരും പ്രതീക്ഷിച്ച് നോക്കിയിരിക്കുകയായിരുന്നു. എന്നാൽ ഇന്നലെ രാത്രി തന്നെ അരുൺ ചിത്രങ്ങൾ പങ്കുവച്ചെത്തിയിരുന്നു. മകൾക്ക് ആശംസകൾ അറിയിക്കാൻ യാതൊന്നും വൈകിയില്ല അരുണ് വളരെയധികം സ്നേഹത്തോടെ തന്നെയാണ് ഇത് പങ്കുവച്ച് എത്തിയത്. പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെ തന്നെ അരുണിൻ്റെ ആ സ്നേഹത്തെ കാണുകയും ചെയ്യുന്നുണ്ട്. അവർ തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും മകൾ തന്നെയാണ്. എന്തൊക്കെയാണെങ്കിലും അരുണിന് ആ സ്നേഹം എന്തായാലും ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. ആ സ്നേഹം അരുൺ എപ്പോഴും കാണിക്കാറുമുണ്ട്. അത് തന്നെയാണ് പ്രേക്ഷകരും ഇപ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എപ്പോഴൊക്കെ ഇവരുടെ ചിത്രങ്ങളെക്കുറിച്ചുള്ള സംസാരിക്കുമോ പ്രേക്ഷകരൊക്കെ തന്നെയും വളരെയധികം തന്നെ കൃത്യമായി ഇതിനെക്കുറിച്ച് ചോദിക്കാറുമുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.